കുവൈത്തിലെ ഖറാഫി നാഷണൽ കമ്പനിയിൽ തൊഴിൽ പ്രതിസന്ധി രൂക്ഷം. മലയാളികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ല. ഭക്ഷണവും വെള്ളവും പോലും കിട്ടാതെ കടുത്ത പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ. ஏசி இல்ல, ஃபேன் இல்ல, கரண்ட் இல்ல, எங்க போவாங்க? நாங்க எங்க போவோம்? யார்கிட்ட போய் முறையிடுவோம்? கவர்மெண்ட் எங்களுக்கு எந்த ஒரு ஆக்ஷன் எடுக்கல, கம்பெனி எந்த ஒரு ரெஸ்பான்ஸும் கொடுக்கல. ஜங்ஷன்ல, ரயில்வே ஜங்ஷன்ல இந்த மாதிரி இருக்கிற மாதிரி மக்கள் எல்லாம் படுத்து கிடக்குறாங்க தரையில. മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണിത്. വാടക നൽകാത്തതിന്റെ പേരിൽ കെട്ടിട ഉടമ വെള്ളവും വൈദ്യുതിയും നിഷേധിച്ചതോടെയാണ് മംഗഫിലെ ഖറാഫി നാഷണൽ കമ്പനി ക്യാമ്പുകളിൽ ജീവിതം ദുരിതപൂർണമായത്. കമ്പനിയുടെ തന്നെ മറ്റൊരു ക്യാമ്പിന്റെ വരാന്തയിലും ഇടനാഴികളിലുമായി കഴിയുകയാണ് നൂറുകണക്കിന് പേർ. ചില സന്നദ്ധ സംഘടനകൾ ഭക്ഷണം നൽകുന്നതുകൊണ്ട് ജീവിതം നിലനിർത്താനാകുന്നു എന്നത് മാത്രമാണ് ഏക ആശ്വാസം. ഇവരെല്ലാവരും അപ്പുറം 4 ബിൽഡിംഗിൽ ഇവിടെ വന്ന് കിടക്കുന്നവരാണ്. ആകെപ്പാടെ 5 ബിൽഡിംഗിൽ ഈ ഒരൊറ്റ ബിൽഡിംഗല്ല കറണ്ടും ഉള്ളൂ. ഇവർ നാളെ തൊട്ട് ഇവിടത്തെ കൂടി കറണ്ട് കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടത്. മാസങ്ങളുടെ പഴക്കമുണ്ട് ഖറാഫി തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നത്തിന്. എംബസിക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും പ്രശ്നത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിലും ക്രിയാത്മകമായ ഇടപെടൽ ഇനിയും ഉണ്ടായിട്ടില്ല. ശക്തമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.